ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ആഷ്ന ആഷ് എവിൻ. ദേഷ്യപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾ വരെ ദേഷ്യപ്പെടും. പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് പലതരത്തിലാണെന്ന് മാത്രം. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലോ കരഞ്ഞും ബഹളം വെച്ചും വാശി പിടിച്ചും വേണമെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ടും അങ്ങനെയൊക്കെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കും. പക്ഷെ വലിയ ആളുകളാണെങ്കിലോ ചിലർ ഓവർ റിയാക്ട് ചെയ്യും, അതായത് പൊട്ടിത്തെറിച്ച് സംസാരിക്കും. ചിലരാണെങ്കിൽ ഉള്ളിലൊതുക്കും, അതായത് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ശാന്തശീലരായിട്ടുള്ളവർ, ചുരുക്കം ചിലരേ അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ചിലരാണെങ്കിൽ എല്ലാം ഉള്ളിലൊതുക്കും, പക്ഷേ അവരത് ഉള്ളിൽ വെച്ച് നീട്ടിക്കൊണ്ടേയിരിക്കും. ആ ദേഷ്യം ഉള്ളിൽ കിടന്നങ്ങ് നീറും, എന്നിട്ട് ആ ദേഷ്യത്തിന് ഉള്ളിലങ്ങ് വളർത്തിയെടുക്കും. അങ്ങനെ ദേഷ്യം പലരും പലതരത്തിലായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ ഓവർ റിയാക്ട് ചെയ്യുന്നവർ, അതായത് അമിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നവർ, അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നവർ, അവർ അതോടുകൂടി ആ പറഞ്ഞതോടുകൂടി അവരത് നിർത്തും. പിന്നെ അവരത് ഓർക്കുന്നുകൂടി ഉണ്ടാവില്ല. പക്ഷെ അവർ ആരോടാണോ ദേഷ്യപ്പെടുന്നത് ആ വ്യക്തികൾക്ക് അതൊരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. അത് ചിലപ്പോൾ വൈരാഗ്യമായിട്ടോ പകയായിട്ടോ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ദേഷ്യം എന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ അമിതമായിട്ടുള്ള ദേഷ്യം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ദോഷം ചെയ്യും. BP കൂടാം, സ്ട്രെസ്സ് കൂടും, ഡിപ്രഷൻ വരാം, കാർഡിയാക് അറസ്റ്റ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദേഷ്യം നല്ലതാണ് ഒരു പരിധി വരെ. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന്, ഇപ്പോൾ ദേഷ്യപ്പെടേണ്ട കാര്യത്തിന് ദേഷ്യപ്പെട്ടേ മതിയാവൂ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. അമിതമായിട്ടുള്ള ദേഷ്യം എപ്പോഴും നമുക്ക് അനാരോഗ്യകരം തന്നെയാണ്. ഹൗ ടു കൺട്രോൾ, നമുക്ക് എങ്ങനെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാം? അതിന് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ബ്രീത്തിങ് എക്സസൈസ്. എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് എന്താണെന്ന്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം ഇങ്ങനെ താഴേക്ക് അയക്കുക, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ആ എക്സസൈസ്. ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ബ്രീത്തിങ് എക്സസൈസ്. പിന്നീടുള്ള കാര്യമാണ് ദേഷ്യപ്പെടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുക. ആ സാഹചര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുകയോ അങ്ങനെ മനസ്സിനെ തിരിച്ചു വിടുക. പിന്നീടുള്ള കാര്യമാണ് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ട് അവരോട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരിക. അങ്ങനെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിൽ കിടക്കും. അങ്ങനെ ഉള്ളിൽ കിടന്ന് അങ്ങ് നീറും. നമുക്കിതൊന്നും മറക്കാൻ പറ്റില്ല. നമുക്ക് അവരോട് എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തയൊക്കെ വന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അവരോട് എന്താണോ പറയാൻ വിചാരിച്ചിരുന്നത്, ആ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇരുന്ന് എഴുതുക. അപ്പം നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തികൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ശരിക്കും ഒരു കോമാളിയായിട്ട് മാറുക ചെയ്യുക. ഈ ഒരു ബോധ്യം നമ്മൾ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കണം. അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാനുള്ള ടെൻഡൻസി താനെ അങ്ങ് കുറഞ്ഞോളും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഓർമ്മയിൽ ഇത് നിൽക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഇത് വരും. അപ്പോൾ അങ്ങനെ നമുക്കത് പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല, അത്ര എളുപ്പമല്ല ഇത്. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, നമ്മൾ തന്നെ വിചാരിക്കണം. ദേഷ്യപ്പെടുന്ന ആളാണോ എങ്കിൽ വിചാരിക്കണം എനിക്കിത് കൺട്രോൾ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിനും ശരീരത്തിനും തന്നെയാണ് അതിൻ്റെ കേടുള്ളത്. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, നമ്മൾ പതിയെ പതിയെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.